പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നെനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ബാലനായ ദാവീദ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ വളരെ ചെറുതാണ്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? ദാവീദ് എന്ന ബാലനാണ് നമുക്കുള്ള ഉത്തരം. അവൻ രാജകുമാരനായിരുന്നില്ല, പണ്ഡിതനായിരുന്നില്ല, പടയാളിയായിരുന്നില്ല. അവൻ ഒരു ലളിതമായ ഇടയബാലൻ മാത്രം. പക്ഷേ അവന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ മഹത്തായ കാര്യങ്ങൾ ചെയ്തു. ദാവീദിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ 1 ശമൂവേൽ 13-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവ് അവന്റെ ഹൃദയത്തെ അംഗീകരിച്ചു. അവന്റെ ശരീരം ചെറുതായിരുന്നു, പക്ഷെ അവന്റെ ഹൃദയം വലുതായിരുന്നു. അവന്റെ പ്രായം കുറവായിരുന്നു, പക്ഷെ അവന്റെ വിശ്വാസം പഴക്കമേറിയതായിരുന്നു. നമ്മുടെ സഭയിലെ വിശുദ്ധ പിതാവായ വിശുദ്ധ യാക്കോബ് പറയുന്നു, ദാവീദിന്റെ കൈകൾ ചെറുതായിരുന്നു, പക്ഷെ അവന്റെ പ്രാർത്ഥന ആകാശം വരെ എത്തി. കാരണം അവൻ പ്രാർത്ഥിച്ചത് ഹൃദയത്തിൽ നിന്നായിരുന്നു, ചുണ്ടുകളിൽ നിന്നല്ല. ഗോലിയാത്ത് എന്ന ഭീമൻ 40 ദിവസം ഇസ്രായേൽ സൈന്യത്തെ ഭയപ്പെടുത്തി. എല്ലാവരും വിറച്ചു. എന്നാൽ ദാവീദ് വിറച്ചില്ല. എന്തുകൊണ്ട്? കാരണം അവൻ സങ്കീർത്തനം 121-ന്റെ 1 മുതൽ 2 വരെയിൽ പറയുന്നത് ഓർത്തു. ഞാൻ പർവ്വതത്തിലേക്കു എൻ്റെ കണ്ണുകൾ ഉയർത്തും, എന്നെ സഹായിക്കുന്നവൻ എവിടെ നിന്നു വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. ദാവീദ് ഗോലിയാത്തിന്റെ ഉയരം അളന്നില്ല, അവൻ ദൈവത്തിന്റെ ശക്തി അളന്നു. ഗോലിയാത്ത് ഉറക്കെ അലറി, എന്നാൽ ദാവീദ് ഉറക്കെ പ്രാർത്ഥിച്ചു. ഗോലിയാത്ത് ആയുധങ്ങൾ കൊണ്ടുവന്നു, ദാവീദ് ദൈവനാമം കൊണ്ടുവന്നു. വിശുദ്ധ അത്താനാസ്യോസ് പറയുന്നു, ലോകം ഗർജിക്കുമ്പോൾ വിശ്വാസി പ്രാർത്ഥിക്കുന്നു. ഗോലിയാത്ത് ഗർജിച്ചു, ദാവീദ് പ്രാർത്ഥിച്ചു. ഗർജനം അവസാനിച്ചു, പ്രാർത്ഥന വിജയിച്ചു. പ്രിയ കുട്ടികളെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഗോലിയാത്തുമാർ വരും. നമുക്ക് വലുതായി തോന്നുന്ന പ്രശ്നങ്ങൾ. ചിലപ്പോൾ അത് ക്ലാസ്സിൽ മുന്നോട്ട് സംസാരിക്കാനുള്ള ഭയമാണ്. ചിലപ്പോൾ അത് ഒരു പരീക്ഷയിലെ ബുദ്ധിമുട്ടുള്ള പാഠമാണ്. ചിലപ്പോൾ അത് നമ്മെ കളിയാക്കുന്ന ഒരു സുഹൃത്താണ്. ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ദേഷ്യമോ അസൂയയുമാണ്. ഈ ഗോലിയാത്തിനെ എങ്ങനെ നേരിടും? ദാവീദ് നമുക്ക് പാഠം തരുന്നു. നമ്മുടെ കവണ പ്രാർത്ഥനയാണ്. നമ്മുടെ കല്ലുകൾ ഇവയാണ്. 1-ാം കല്ല് അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം. 2-ാം കല്ല് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരൽ. 3-ാം കല്ല് ബൈബിൾ വാക്യങ്ങൾ മനപാഠമാക്കൽ. 4-ാം കല്ല് നന്മ ചെയ്യാൻ മടിക്കാതിരിക്കൽ. 5-ാം കല്ല് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം. വിശുദ്ധ കൂറിലോസ് പറയുന്നു, ചെറിയ കാര്യങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ വലിയ കാര്യങ്ങളായി മാറുന്നു. ദാവീദിന്റെ 5 കല്ലുകൾ ചെറുതായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ ശക്തിയിൽ അവ ഭീമനെ വീഴ്ത്തി. സദൃശ്യവാക്യങ്ങൾ 15-ൽ പറയുന്നു, മൃദുവായ മറുപടി ക്രോധത്തെ ശമിപ്പിക്കുന്നു. ദാവീദ് ഗോലിയാത്തിനോട് മൃദുവായി സംസാരിച്ചില്ല, അവൻ ദൃഢമായി സംസാരിച്ചു. പക്ഷേ അവന്റെ ശബ്ദത്തിൽ ഭയമില്ലായിരുന്നു, കാരണം ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. വിശുദ്ധ സേവേറിയോസ് പാത്രിയർക്കീസ് പഠിപ്പിക്കുന്നു, ദാവീദ് ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവൻ തന്റെ ചെറുത്തുനിൽപ്പിനെ അല്ല, ദൈവത്തിന്റെ വലിപ്പത്തെ കണ്ടു. അതുകൊണ്ടാണ് അവൻ വിജയിച്ചത്. ഒരു കാര്യം കൂടി ഓർക്കണം, ദാവീദ് തനിച്ചായിരുന്നില്ല. നിങ്ങളും തനിച്ചല്ല. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന കർത്താവിന്റെ കരുണ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും അച്ഛന്മാരും നമ്മോടൊപ്പമുണ്ട്. എന്നാൽ എല്ലാറ്റിലും വലിയത് സ്വയം പറഞ്ഞ സ്വർഗീയ പിതാവ് നമ്മോടൊപ്പമുണ്ട്. പ്രിയ കുട്ടികളെ, ഇനി മുതൽ നിങ്ങൾ ഏത് ബുദ്ധിമുട്ടിലും പറയുക, എൻ്റെ ഗോലിയാത്ത് എത്ര വലുതായാലും എൻ്റെ ദൈവം വലിയവനാണ്. 1 ശമൂവേൽ 17-ന്റെ 47-ൽ ദാവീദ് പറഞ്ഞതുപോലെ, യുദ്ധം കർത്താവിൻ്റെതാണ്. നിങ്ങൾ വിജയിക്കും, കാരണം ദൈവം നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്നു. വിശുദ്ധ ഇഗ്നാത്തിയോസ് നൂറോനോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭയം ഒരു ചങ്ങലയാണ്, വിശ്വാസം ഒരു താക്കോലാണ്. ദാവീദ് വിശ്വാസം എന്ന താക്കോൽ കൊണ്ട് ഭയം എന്ന ചങ്ങല പൊട്ടിച്ചു. നിങ്ങളും അങ്ങനെ ചെയ്യുക. അവസാനമായി, ദാവീദ് ഒരിക്കലും തന്റെ വിജയത്തിൽ അഹങ്കരിച്ചില്ല. അവൻ എപ്പോഴും പാടി. സങ്കീർത്തനം 28-ന്റെ 7-ൽ പറയുന്നു, കർത്താവ് എൻ്റെ സഹായകനും എനിക്ക് തുണയേകുന്നവനുമാകുന്നു. നിങ്ങളും അങ്ങനെ പാടുക. നിങ്ങൾ വിജയിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ ദൈവത്തോട് സഹായം ചോദിക്കുക, അവൻ കേൾക്കും. ബാലനായ ദാവീദ് നമുക്ക് പഠിപ്പിച്ച പാഠം ഇതാണ്:
നിങ്ങളുടെ പ്രായമല്ല, നിങ്ങളുടെ വിശ്വാസമാണ് പ്രധാനം. നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങളോടൊപ്പമുള്ള ദൈവമാണ് പ്രധാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. ജയ് ക്രൈസ്റ്റ്.